ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്തെടുക്കുക? ഞാനിവിടെ ഇന്നലത്തെ മഴയിൽ കാറ്റിലൊക്കെ താഴ്ത്തു വീണ എൻ്റെ ഒരു ചെടി റിപ്പോർട്ട് ചെയ്യുകയാണേ. ഞാൻ ഈ ചെടിയുടെ കഥ പറയാമെന്ന് വെച്ചാൽ ഇതെൻ്റെ മമ്മിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് കസിൻ തന്നൊരു ചെടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. ആകെ ഒരു പീസായിരുന്നു കിട്ടിയത്. അത് വളർന്ന് ഇത്രയുമായി. അത്യാവശ്യം ഞാൻ നല്ലതായിട്ട് വളമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ മഴയത്ത് കാറ്റത്ത് ആടി താഴ്ത്തു വീണതാണ്. അപ്പോൾ ഈ വീഴ്ചയിൽ തന്നെ അത്യാവശ്യം കുറച്ച് ലീവ്സൊക്കെ ചതഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ ഇവിടെ ഇരുന്ന പോട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ബാക്കി വന്ന പോട്ടാണിത്. ആ പോട്ടിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ കുറച്ച് ഓടിൻ്റെ പീസസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിയില ഇട്ടതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റൊക്കെ കുറയ്ക്കാനായിട്ടാണ്. കരിയിലിട്ടു, കുറച്ച് മണ്ണിട്ട് കൊടുത്തു. നമ്മുടെ മണ്ണ് ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ടു, കുറച്ച് കൊക്കപ്പീറ്റ് ഇട്ടു. കൊക്കപ്പീറ്റ് ഇട്ടപ്പോഴത്തേക്ക് ഞാനൊന്ന് വെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കൊക്കപ്പീറ്റ്. അതിനുശേഷമാണ് കൊക്കപ്പീറ്റ് ഇട്ടത്. സാധാ ഞാനിത് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇടാറ്. പക്ഷേ ഇത്തവണ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി റിസൾട്ട് എങ്ങനെ ഉണ്ടാവും എന്നറിയാമല്ലോ. അതിനുശേഷം നമ്മൾ ഈ ചെടി അങ്ങ് എടുത്തു വെച്ചു. ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പലതിൻ്റെയും പേര് അറിയില്ല, പക്ഷേ കുറച്ചൊക്കെ അറിയാം. ഈ ചെടിയുടെ പേര് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മണ്ണിട്ട് കൊടുത്തു. ഈ ചെടി ഹാങ് ചെയ്തിട്ടിരുന്നുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഹാങ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഇത് താഴ്ത്ത് വീണത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ആ ഇലയിലെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം വളമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇലയിൽ അതൊന്നും തുടച്ചൊക്കെ കളഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ലതായിട്ട് തന്നെ വളരും. വേറിനൊന്നും ഒരു പ്രശ്നമില്ല. ഇലകൾ മാത്രമേ ചതഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത്രയും എനർജറ്റിക് ആയിട്ടുണ്ടോ ഒന്ന് ശരിയായി വരുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ഔട്ടറിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചു. ഇനി 2 ദിവസം ഞാനിത് ഔട്ടറിനകത്ത് തന്നെ വെച്ചൊന്ന് തണലത്ത് വെച്ചതിന് ശേഷം ഇത് വീണ്ടും ഹാങ് ചെയ്യുള്ളൂ. അപ്പം എന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.